ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇഞ്ചി കറിയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് 100 ഗ്രാം ഇഞ്ചിയാണ്. അത് നല്ല തിന്നായിട്ട് അരിഞ്ഞതാണ്. 10 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് ശർക്കര, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തിന്നായി അരിഞ്ഞ് വെച്ച ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം അതിരിക്കാൻ. അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ചെറുതായി ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായി വരണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതൊന്ന് നന്നായിട്ട് ഇതുപോലെ മൂത്ത് വരണം. നമ്മൾ ആ ഇഞ്ചി വറുത്തതും ഉള്ളിയും കറിവേപ്പിലയും അതെല്ലാം വറുത്ത് അതിൻ്റെ ചൂടാറിയിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു തരിപ്പ് കാണണം അതിനകത്ത്, നന്നായിട്ടങ്ങ് പൊടിയരുത്. നമ്മൾ നേരത്തെ ഇഞ്ചിയൊക്കെ വറുത്ത ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പൊടി ഇടുന്നത് കരിഞ്ഞു പോകും. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചൂടാക്കി ഒഴിക്കണം. അത് ദേ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചീകി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന ശർക്കര നല്ല കളറുള്ള ശർക്കര ആയിരിക്കണം, എന്നാലേ നമ്മുടെ ഇഞ്ചിക്കറിക്ക് കളറ് കിട്ടൂ. വെള്ള ശർക്കര ഉപയോഗിക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൊണ്ടുള്ള മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് എടുക്കാൻ. നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. സദ്യക്കൊക്കെ പറ്റി നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.